പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ഇടുക്കിക്കാരായിട്ടുള്ള ഗിരീഷ് ഏട്ടനും ഫാമിലിയാണ്. സെറ്റല്ലേ? എന്താ അവസ്ഥ? എങ്ങനെയുണ്ട് കാഴ്ചകൾ? സൂപ്പർ, നല്ല അടിപൊളി യാത്ര. കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? കാഴ്ചകൾ അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ, സീനറികൾ. അങ്ങനെ നോർത്തിലേക്ക് ആദ്യമായിട്ടാണോ? നോർത്തിലേക്ക് ആദ്യമായിട്ടാണ്. ഇത്രയും ദൂരം വിശാലമായ യാത്ര. അവിടെ പറയൂ. നല്ല ഗ്രീനറി ആയിട്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് നോർത്തിലേക്ക്. भाई इसके बारे में कुछ बोलो. ये लंबा सफर है ना 2 दिन का, इसके बारे में कुछ बोलो. क्या नाम है? मेरा फारूक. 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 हाँ जी. कहाँ से? കിടന്നുറങ്ങുമ്പോൾ ഇയാളെ പോലെ ഇയാൾ ഇന്നലെ കയറി കിടന്നുറങ്ങിയതാണ്. കൂർക്കം വലി ഒരു ഭാഗത്ത്, പിന്നെ നല്ലോണം കിഴങ്ങ് തിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വേറെ. ഒന്നും അറിയില്ല. ഫോണിൽ 2 ചെവിയിലും ഒരു ഹെഡ്സെറ്റും വെച്ചിരിക്കണേ. എന്തും ചെയ്യാം. ആ ഒരു ധാഷ്ട്യത്തിൽ നമുക്ക് കിടന്നുറങ്ങണേ. നമ്മൾ ഉറക്കം വരുന്നുണ്ട് നമുക്ക്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഇത് 3rd AC എക്കോണമിയാണ്. ഓക്കെ, ഇതുപോലത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന അപ്പർ ബെർത്താണിത്. ഇതും അപ്പർ. ഈ താഴെ മിഡിൽ വരുന്ന ഇതുണ്ടോ, ഇതൊരു സീറ്റാണ്. ഇത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതാവും. ഇതാണ് മിഡിൽ ബെർത്ത്. ഇത് നേരെ ലോവർ ബെർത്ത്. ഓക്കെ, അപ്പർ, മിഡിൽ, ലോവർ. പിന്നെ നമ്മൾ SLും SUം കാണാം. ഇതാണ് സൈഡ് അപ്പർ, അതാണ് SU. ഏറ്റവും കംഫർട്ട് സീറ്റ് ഉറങ്ങാൻ ഇതാണ് കേട്ടോ. പിന്നുള്ളത് ഇത് സൈഡ് ലോവർ. ഓക്കെ, ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 2nd AC ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ ഒരു സൈഡ് ലോവറും സൈഡ് അപ്പർ എടുക്കുകയാണ്. ബുദ്ധിമുട്ടില്ല. മറ്റേ ഇത് ഇനിയിപ്പോൾ 2nd AC ആകുമ്പോൾ ഇതിന് പകരം ഇത് 3 ഉണ്ടല്ലോ, ഇത് 2 ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കർട്ടനും ഉണ്ടാവും. യാത്ര ഒന്നുകൂടി കംഫർട്ടാവും, കുറച്ച് പൈസ കൂടുകയും ചെയ്യും. പിന്നെ ഇനി ഇതിനുള്ളത്തെ വാഷ്റൂമും കാര്യങ്ങളും കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ വാഷ്റൂം സംഭവങ്ങൾ. ഇത് ഒരു വില കടന്നു തുടങ്ങണം. ഇവിടുത്തെ പണിക്കാർ നല്ല ആറ്റാണ്. ഇതിങ്ങനെ എല്ലാ വാഷ്റൂമിലും ഒരു ഇന്ത്യനും ഒരു യൂറോപ്പിനും ഒരു ഇന്ത്യനും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അടിപൊളിയല്ല കാഴ്ചകൾ. ഇവിടെ നിൽക്കരുത്. ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറുമാണ്. ഇതേപോലെ ചായയും കാര്യം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. ठीक है, अरे दिल्ली से पैसा दे दो, फाइन मारना DTO. ഇവിടെ നിൽക്കണ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. वो लेगा ध्यान रखना, ठीक है, मर जाएगा. നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല സ്പീഡ് പോട്ടെ. ഞാൻ ഇനി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. Age doesn't matter, language not an issue, climate is not a matter, age doesn't matter. It's all about India, right? നോക്കിയാൽ അതിൽ താമസിക്കുന്ന ആളുകളും ഹാൻസ് ഗുഡ്ക തമ്പാക്കു. ഇതാണ് ഇവിടുത്തെ മെയിൻ. ട്രെയിൻ എന്താ വളഞ്ഞാൽ നിൽക്കുന്നത് അവിടെ. കസാര എന്ന റെയിൽവേ സ്റ്റേഷനിലാട്ടോ, കാസര. ഇത് നമ്മൾ മുംബൈയിൽ മാത്രം കണ്ടുവരുന്നൊരു ട്രെയിനായിരുന്നു. ഇപ്പോൾ കേരളത്തിലുണ്ട് തോന്നുന്നുണ്ട്. മേമോകൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ചെറിയ മഴ ഉണ്ട്.
നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ ഈ സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പ് ആ ചാടുമ്പോൾ ആണ് പൊട്ടും. നമ്മുടെ ബോഡി ഉള്ളിൽ കയറും. പിന്നെ എന്ത് ചെയ്യും, ട്രെയിനോട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അരയും. അവിടെ എത്തുമ്പോൾ ഫുള്ള് ബോഡി തല ഇവിടെ ഉടലെവിടെ കയറും. അത് സൂക്കുക. അപ്പോൾ അങ്ങനത്തെ ഇതിൽ എത്തുമ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ ഇതാണ് M2. ഇതാണ് ബോഗി നമ്പർ. നമ്മൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് ബോഗികളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ട്രെയിൻ എടുത്തു. പിന്നെ ഇവിടെയാണ് ട്രെയിനിൻ്റെ നമ്പർ കാണിക്കട്ടോ. ഇതിന് ഡിജിറ്റലാണ്. ബാക്കി നമുക്ക് ഇതുണ്ട്. ഇപ്പം ട്രെയിനിൽ കയറുന്നത് നമ്മൾ ആഗ്രയിൽ എത്തിയിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ലിഫ്റ്റ് ഉണ്ടല്ലേ? പോട്ടെ, അങ്ങോട്ട് അങ്ങോട്ട് ലിഫ്റ്റ് ഇല്ല. അങ്ങോട്ട് പോട്ടെ 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 ഓയ് പോട്ടെ. നടന്നോളി കൊണ്ടിരിക്കുകയാണ്. ലഗേജുകൾ ഉണ്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ലഗേജ് ഏറ്റവും കുറവായിട്ട് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മളിനി വണ്ടിയിൽ പോകട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഈ ലഗേജുകൾ എന്ത് ചെയ്യുക, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് പെട്ടെന്ന് വരിക. നേരത്തെ നമ്മുടെ പാക്കേജിൽ വരുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. നേരെ വണ്ടി ഇവിടെ ഉണ്ടാവും. വണ്ടിയിൽ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ലഗേജ് കുറച്ച് ലഗേജിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ കുറച്ച് ആൾക്കാരുള്ളൂ. 17 സീറ്റർ വണ്ടിയാണ്. അതുകൊണ്ടാണ് ലഗേജ് ബാക്കിൽ വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലഗേജ് നേരത്തെ വെക്കുക. അപ്പോൾ കുറേ വലിയ ലഗേജുകളൊക്കെ ബുദ്ധിമുട്ടും. പിന്നെ ക്ലൈമറ്റ് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ ക്ലൈമറ്റാണ്. എന്താ ടയർഡായോ? നമ്മൾ ലഗേജുകൾ ഇതൊക്കെ ഉള്ളിലേക്ക് വെച്ച ഇതിനുള്ളിൽ ഉള്ളിൽ വെച്ച മുള്ളിൽ വെച്ച ആൾക്കാർ കുറവാണ്. भैया जाऊं? मस्त. नाम क्या आपका? देवेश. देवेश. देवेश हमारा सुमित भाई का दोस्त. जीतू क्या पर है? जीतू छुट्टी गया है. छुट्टी गया. वो फेस्टिवल था ना. अच्छा, रक्षाबंधन के लिए. हाँ, गाँव गया है. गाँव के. उसको गाँव कहाँ पर है? कानपुर. कानपुर. अच्छा, तो अभी हम सीधा वो चक्कर एक मिनट നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോകാം. പാർക്കിംഗ് നേരെ നമ്മൾ റൂമിലേക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടി വന്ന് കയറിട്ടോ. അപ്പോൾ ആൾക്കാർ കുറവാണ്. നമ്മൾ വലിയ വണ്ടിയാണിത്. 17 സീറ്റർ ടെമ്പോ. പിന്നെ ഞങ്ങൾ കട്ടിയുണ്ടോ ചെക്കിനടിയിട്ട് ഒരാളും പിടിച്ചൊക്കെ ഉണ്ടാവില്ല. അടിയിട്ട ഇതാണ് ആഗ്രഹിക്കാൻ റെയിൽവേ സ്റ്റേഷൻ. ലോകോത്തര ഇൻ്റർനാഷണൽ ടൂറിസമാണ് ഇത് താജ്മഹൽ. അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് മെയിൻ്റനൻസ് പാർക്കിംഗ് നേരെ നമ്മൾ റൂമിലേക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടി വന്ന് കയറിട്ടോ. അപ്പോൾ ആൾക്കാർ കുറവാണ്. നമ്മൾ വലിയ വണ്ടിയാണിത്. 17 സീറ്റർ ടെമ്പോ. പിന്നെ ഞങ്ങൾ കട്ടിയുണ്ടോ ചെക്കിനടിയിട്ട് ഒരാളും പിടിച്ചൊക്കെ ഉണ്ടാവില്ല. അടിയിട്ട ഇതാണ് ആഗ്രഹിക്കാൻ റെയിൽവേ സ്റ്റേഷൻ.